നമ്മളൊരു പഴയ കാലഘട്ടം ഓർമ്മയുണ്ട? നമ്മുടെ 90 കിഡ്സിന് മാത്രം മനസ്സിലാകുന്ന, സന്തോഷിക്കാൻ പറ്റുന്ന, അവർക്ക് മധുരമുള്ള ഓർമ്മകളുള്ള ആ ഒരു കാലഘട്ടം. അതായത് സൈക്കിള് വാടകയ്ക്ക് എടുത്ത് നമ്മൾ ചവിട്ടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഓർമ്മയുണ്ട? നമ്മൾ സൈക്കിള് വാടകയ്ക്ക് എടുത്ത്, അതായത് 2 രൂപയാണ് ഒരു മണിക്കൂറിന്. ഒരു മണിക്കൂറിന് 2 രൂപ കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നത് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ 6ാം ക്ലാസ്സിൽ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ പോയി സൈക്കിൾ എടുക്കും. വീട്ടുകാരറിയത്തില്ല, കാരണം വീട്ടുകാരറിഞ്ഞ പ്രശ്നമാണ്. വീട്ടുകാർ ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ അന്ന് സൈക്കിൾ മുട്ടും. ഇന്ന് നമ്മൾക്ക് വണ്ടി ഇടിക്കുമെന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ കൊച്ചുങ്ങളോട് പറയുന്നത് എന്താണ്? എടാ റോഡിൽ പോരുത്, വണ്ടി ഇടിക്കുമെന്നാണ്. അന്ന് നമ്മളോട് പറഞ്ഞിട്ടിരുന്നത് എന്താ അറിയോ? സൈക്കിൾ ഉണ്ടാവും, സൈക്കിൾ മുട്ടുമെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതൊരു കാലഘട്ടമായിരുന്നു. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയുക, വാടകയ്ക്ക്, ആ കാലഘട്ടത്തിൽ നമ്മൾ 2 രൂപ കൊടുത്ത് വാടകയ്ക്ക് ചെറിയ സൈക്കിൾ എടുത്തിട്ട് നമ്മൾ ആ സൈക്കിളുമായിട്ട് ഇതുപോലെ പോയി സൈക്കിൾ ചവിട്ടി പഠിക്കും. അതെങ്ങനെയാണ് പഠിക്കുന്നത്? 3, 4, 5, 6 പേരും കൂടെയൊക്കെയാണ് ഒരു സൈക്കിൾ ഒരു മണിക്കൂറത്തേക്ക് എടുക്കുന്നത്. എന്നിട്ട് ഓരോ ടേണാണ്. ആദ്യം ഒരാൾ ചവിട്ടുന്നു, കുറച്ച് നേരം അയാൾ ചവിട്ടി കഴിയുമ്പോൾ വീണ്ടും അടുത്ത ആൾ. അല്ലാതെ നമ്മൾക്ക് സ്വന്തമായി സൈക്കിൾ മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ല. മാത്രമല്ല വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നമാണ്. സൈക്കിൾ ചവിട്ടാൻ പോയെന്ന് പറഞ്ഞാൽ തീർന്നു. കാരണം വീണ് എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ റോഡിലുണ്ടായിരുന്നത് സൈക്കിൾ തന്നെയാണ്. 2 വീലറൊക്കെ എന്ന് പറഞ്ഞാൽ കുറവാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്നിട്ട് പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രൂപ കൊടുത്ത് നമ്മൾ സൈക്കിൾ, പിന്നെ ചെറിയ സൈക്കിൾ മേടിച്ച് ചവിട്ടി പഠിച്ചിട്ട് പിന്നീട് വലിയ സൈക്കിൾ എടുക്കും. അതാരും അറിയത്തില്ല. വലിയ സൈക്കിൾ എടുക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ്? നമുക്ക് പണിയും വേലയും വല്ല ഇരിക്കണം. നമ്മൾ കൊച്ചു പിള്ളേരല്ലേ, 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. നമുക്ക് എവിടെ ജോലി? പൈസ വീട്ടുകാരോട് ചോദിക്കാൻ പറ്റത്തില്ല, തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കാശുവണ്ടി പെറുക്കിയിട്ട്, ആരും അറിയാതെ കാശുവണ്ടിയൊക്കെ പെറുക്കി കൂട്ടി വെച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ പോയിട്ട് സൈക്കിൾ ചവിട്ടാനായിട്ട് വാടകയ്ക്ക് എടുക്കും. ആദ്യമൊക്കെ കൂട്ടുകാരൊക്കെ ഇട്ട് ചവിട്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടെ കൂട്ടുകാർ കൂടി സൈക്കിൾ എടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇത്തിരി കൂടെ ചവിട്ടി പഠിച്ച് ബെറ്ററായെന്ന് തോന്നി കഴിയുമ്പോൾ പിന്നെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പോയി, കൂടെ ആരെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്ക് പോയിട്ട് പിന്നെ സൈക്കിളും വാടകയ്ക്ക് എടുത്തിട്ട് പോക്കാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ചവിട്ടിയൊക്കെ പോയേക്കും എങ്ങോട്ടെങ്കിലുമൊക്കെ. എന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറത്തേക്ക് സൈക്കിൾ എടുത്തിട്ട്, അതായത് ഈ കശുവണ്ടി വിറ്റ പൈസയ്ക്ക് സൈക്കിൾ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പിന്നെ ആ സൈക്കിളിൽ ഒരു കറങ്ങി പോകേണ്ടടുത്തൊക്കെ പോയി പാടത്തും പറമ്പിലൊക്കെ കൂടെ ഭയങ്കര. എന്നിട്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരുടെ വീട്ടിൽ പോകും. അയ്യോ, അതൊരു സുഖമുള്ള പരിപാടിയാണ് കേട്ടോ. ഈ സൈക്കിൾ എടുത്തിട്ട് സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോക്കുക. എന്നിട്ട് അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത്, എന്നിട്ട് ചോദിക്കുന്നത് ഇതാറ് സൈക്കിളാന്ന് ചോദിക്കുമ്പോൾ ഉടനെ നമ്മൾ പറയുന്നത് എന്താ? ഇത് അച്ഛൻ്റെ സൈക്കിൾ, ഇല്ലെങ്കിൽ അങ്കിളിൻ്റെ സൈക്കിൾ, ഏത് വാടകയ്ക്ക് എടുത്ത സൈക്കിളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നൊരു കാലഘട്ടമായിരുന്നു. നമ്മൾ വളരെ വളരെ നിഷ്കളങ്കമായ, എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള തലമുറയ്ക്കൊന്നും അതിൻ്റെ ഒരു സുഖം അത് അവർക്കില്ല. കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫെസിലിറ്റീസ് കൂടുതലാണ്. ഇപ്പോൾ വാഹനങ്ങളാണ് റോഡിൽ മുഴുക്കെ. എവിടെ നോക്കിയാലും വാഹനങ്ങളായി, തിരക്കായി, മൊബൈൽ ഫോണായി. അല്ലേ? നമ്മളുടെ കാലഘട്ടം എന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മൾ ദൂരദർശനിൽ 4 മണിക്കൊരു സിനിമ കാണാൻ പോയെന്ന് വെച്ചും ആ സിനിമയ്ക്കിടക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് നമ്മൾ പത്രത്തിൽ നോക്കിയിട്ട് ഏത് സിനിമയാണെന്ന് നോക്കിയിട്ട് ആ സിനിമയെ നമ്മൾ ചിലപ്പോൾ മോഹൻലാലിൻ്റെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെയൊക്കെ നല്ല ഇടിപ്പടമായിരിക്കും. അപ്പോൾ അത് കാണാൻ ത്രില്ലടിച്ച് ചെല്ലുമ്പോൾ ക്രിക്കറ്റ് കളി. അയ്യോ, ഒരു രക്ഷയില്ല, ക്രിക്കറ്റ് കളി. പിന്നെ അതെങ്ങനെയെങ്കിലും തീരുമോ ഇല്ല എന്നുള്ള ടെൻഷനാണ്. അങ്ങനെ പിന്നെ അത് കാത്തിരുന്ന് ചിലപ്പോൾ സിനിമ തുടങ്ങി നല്ല മൂവിങ്, നല്ല ത്രില്ലടിച്ച് വരുമ്പോൾ കറണ്ട് പോകും. പിന്നെ കറണ്ട് പോകുമ്പോൾ ഒരു ഇരിപ്പം എല്ലാവരും കൂടെ കാത്ത് ചിലപ്പോൾ കറണ്ട് വരും, ചിലപ്പോൾ കറണ്ട് വരത്തില്ല. ആ സിനിമ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം നമ്മുടെ ജീവിതത്തിൽ കശുവണ്ടി പെറുക്കി വാടകയ്ക്ക് സൈക്കിൾ എടുത്തതും, ദൂരദർശനിൽ സിനിമ കാണാൻ പോയതും, 4 മണിക്ക് സിനിമ എല്ലാവരും കൂടെ കണ്ടിരുന്നതും, പിന്നെ വെള്ളിയാഴ്ച ദിവസം ചിത്രഗീതം, അതുപോലെ തന്നെ നമ്മൾക്ക് ചിത്രഹാരം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ജയ് ഹനുമാൻ. ഇതൊക്കെ നമ്മുടെ 90 കിഡ്സിൻ്റെ ഒരു പ്രത്യേക, എന്താ പറയുക, നമ്മൾക്ക് ഒരിക്കലും ആർക്കും എനിക്ക് തോന്നുന്നു കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന ഏറ്റവും മനോഹരമായ സുഖങ്ങളായിരുന്നു അല്ലേ? ഞാനപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ ഓർക്കായിരുന്നു, ഈ റോഡിൽ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർക്കായിരുന്നു പണ്ടത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഈ റോഡിൽ ഇത്രയും തിരക്കുകളില്ല, ഇത്രയും വാഹനങ്ങളില്ല. പക്ഷെ ഉണ്ടായിരുന്ന സാധനങ്ങളിലൊക്കെ തൃപ്തരായിരുന്നു ജനങ്ങൾ. കാരണം എന്ന് പറഞ്ഞാൽ ആകെ ഉണ്ട് ഇന്ന് പിന്നെ മൊബൈൽ ഫോണിൽ യൂട്യൂബ് ചാനലുകൾ, സോഷ്യൽ മീഡിയകൾ, അതുപോലെ തന്നെ എല്ലാവരുടെയും കയ്യിൽ ആൻഡ്രോയിഡ് ഫോണ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും സാറ്റിസ്ഫൈഡ് അല്ല ആരും. ആർക്കും തൃപ്തിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അളവിലധികം കിട്ടിയത് കൊണ്ട് ആർക്കും തൃപ്തിയില്ല. പക്ഷെ നമ്മൾ 90 കിഡ്സിന് നമ്മൾക്ക് ദൂരദർശനിലെ ആഴ്ചയിൽ ഒരു സിനിമ മതിയായിരുന്നു, നമ്മൾ ഹാപ്പി ആയിരുന്നു. പിന്നെ തിങ്കളാഴ്ച സ്കൂളിൽ ചെന്ന് വെച്ചു ആ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് എല്ലാവരും കൂടി ഇരുന്നത്. പിന്നെ അതുപോലെ അനുകരിക്കുക, അതേപോലത്തെ ആക്ഷൻ കാണിക്കുക, അതുപോലത്തെ സ്റ്റണ്ട്, അതിലെ പാട്ടുകൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ട് നമ്മുടെ പഴയ പാട്ട് പുസ്തകം, നമ്മളുടെ ദാസേട്ടൻ്റെയും ചിത്രയുടെയൊക്കെ എന്താ പറയുക, ഫോട്ടോ വെച്ചിട്ടുള്ള മുഖചിത്രം പതിപ്പിച്ച ആ ഒരു പാട്ട് പുസ്തകമുണ്ട്, ഓർമ്മയുണ്ട?
ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പാട്ട് പുസ്തകം എവിടെ കിട്ടിയാലും മേടിക്കുമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ പാട്ടുകളെല്ലാം, ആ സമയത്തുള്ള പാട്ടുകളെല്ലാം ആ പാട്ട് പുസ്തകത്തിൽ ഉൾപ്പെടുത്തും. എന്നിട്ട് നമ്മളത് മേടിച്ചിട്ടാണ് സ്കൂളിൽ പിന്നെ എല്ലാവരും കൂടെ ബാക്ക് ബെഞ്ചിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ പാടി പഠിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലേ. സത്യം പറഞ്ഞാൽ 90 കിഡ്സിന് കിട്ടിയ അത്രയും സൗഭാഗ്യം എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടിയില്ലെന്നല്ല, പക്ഷെ കിട്ടിയത് അധികമായി പോയി. അതുകൊണ്ട് തന്നെ അധികമായി പോയപ്പോൾ അതിൻ്റെ വില മനസ്സിലായില്ല, അല്ലെങ്കിൽ അതിൻ്റെ സുഖം മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾക്ക് കിട്ടിയത് കൃത്യമായിട്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വില മനസ്സിലായി, നമുക്ക് ആസ്വദിക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ 90 കിഡ്സ് എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്തവരാണ്, ഭാഗ്യമുള്ളവരാണ് അല്ലേ.